ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും KCR കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അപൂർവ പൂവ് കൊണ്ടുള്ള മസാലക്കറിയാണ്. ഇതാണ് ആ അപൂർവ പൂവ്. ഈ പൂവ് നിങ്ങൾക്കറിയോ? ഇതാണ് നമ്മുടെ ചേനപ്പൂവ്. ഇത് ഞാൻ പറമ്പിൽ പോയ സമയത്ത് പറമ്പിൽ നിന്ന് കിട്ടിയതാണ്. ചേന കുറേ നാൾ കിളക്കാണ്ടിരുന്നാൽ ഇതുപോലെ ഈ മെയ് മാസത്തിൽ പൂവുണ്ടാവും. അത് ഈ പാകത്തിൽ പറിച്ചെടുക്കണം. ഇതിനേക്കാളും വളർന്നു വന്നു കഴിഞ്ഞാൽ ഇത് കറി വെക്കാൻ കൊള്ളില്ല. ഈ പാകത്തിലാണ് കറി വെക്കേണ്ട പാകം. അത് ഞാൻ പൊട്ടിച്ച് കൊണ്ടുവന്നതാണ്. ഇത് കറി വെക്കുമ്പോൾ ഇതൊരു മസാലക്കറി ഉണ്ടാക്കാം. നല്ല ഭംഗിയുള്ള ഒരു പൂവാണിത്. ഇത് നമുക്ക് തോരൻ വെക്കാം, പരിപ്പ് കറിയാക്കാം. ഇതിൻ്റെ അടിഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട്. അത് അടിഭാഗത്ത് കണ്ടില്ലേ, പല കളറാണ്. നല്ല ഭംഗിയുള്ള 2-3 കളറുണ്ട്. ചേനപ്പൂവിൻ്റെ ഭംഗി കണ്ടോ നിങ്ങൾ? ഇത്ര നല്ല ഭംഗിയുള്ള പൂവാണ് ചേനപ്പൂവ്. പല കളറിലുള്ള ഒരു പൂവ്. ഈ പൂവ് അധികം ആൾക്കാർക്കും കറി വെക്കണം എന്നറിയില്ല. പറമ്പിൽ ഇത് മുളച്ച് വന്ന് അവിടെ തന്നെ ചീഞ്ഞു പോവുകയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഈ പൂ കിട്ടുന്ന സമയത്ത് നിങ്ങൾ കറി ഉണ്ടാക്കി നോക്കണേ. ഇതിൻ്റെ അടിഭാഗത്ത് സ്റ്റാർ പോലുള്ളൊരു പൂവ്, നടുഭാഗത്ത് മുത്തുമണി പോലുള്ളൊരു പൂവ്, മുകളിൽ വേറൊരു പൂവ്. 3 തരത്തിലുള്ള പൂവ് ഇത് ചേനേൻ്റെ പൂവിൻ്റെ ഉള്ളിലുണ്ട്. ഇനി നമുക്കിത് കഴുകിയെടുത്ത് ചെറിയ സ്ക്വയർ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. ഈ പൂവിൻ്റെ ഒരു ഭാഗവും കളയേണ്ടതായിട്ടില്ല. എല്ലാ ഭാഗവും കറി വെക്കാൻ എടുക്കാം. ഇത് കഷ്ണങ്ങളാക്കി എടുത്ത ശേഷം ഇതിൻ്റെ ഉള്ളിൽ നല്ല പഞ്ഞിക്കെട്ട് പോലെയാണ് ഉണ്ടാവുക. ഇതൊന്നും കളയേണ്ടതല്ല. ഇതെല്ലാം മുറിച്ച് കഷ്ണങ്ങളാക്കി എടുത്ത് നമുക്ക് മസാലക്കറി ഉണ്ടാക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇതിൻ്റെ ഉള്ളിൽ. പലതരം കളറിലുള്ള പൂവ് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് മുറിച്ചെടുത്തിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകവും 2-3 ഗ്രാമ്പു, ഒരു ഏലക്കായ, ഒരു കഷ്ണം പട്ട, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതിൽ എണ്ണയൊന്നും ചേർക്കുന്നില്ല. എണ്ണ ചേർക്കാണ്ടാണ് തേങ്ങ വറുത്തെടുക്കുന്നത്. എണ്ണ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കുക. എണ്ണ ചേർക്കാതെ തന്നെ തേങ്ങ നല്ല ബ്രൗൺ കളർ ആയി വറുത്തെടുക്കാൻ പറ്റും. ചെറിയ തീയിലിട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇനി ഇതിലേക്ക് 2 പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വലിയ പൂവാണെങ്കിൽ അതിനനുസരിച്ച് തേങ്ങയും പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. ഇത് വലിയ പൂവായതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ പൂവാണെങ്കിൽ അതിനനുസരിച്ച് അളവ് കുറച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് തേങ്ങ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിരിയമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിരിയമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. മല്ലിപ്പൊടി വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. മല്ലിപ്പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി തണുത്ത ശേഷം അരച്ചെടുക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുത്ത് 2 പച്ചമുളക്, ഒരു സവാള നീളത്തിലരിഞ്ഞതും, ഒരു പുളിയില്ലാത്ത നല്ല പോലെ പഴുത്ത തക്കാളി ചെറുത് 1, അധികം പുളിയില്ലാത്ത ചെറിയ തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതൊന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്ന് സവാളയും
തക്കാളിയും വാടി കിട്ടും. തക്കാളിയും സവാളയും വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് പിരിയം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്ത് ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഷ്ണമാക്കി മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുറിച്ച് വെച്ച ചേനപ്പൂവും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് പൊടികൾ ചേർക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന പൂവിൻ്റെ അളവിന് കണക്കായിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇത് വലിയ പൂവാണ്, അതിനനുസരിച്ചുള്ള പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അരച്ച് വെച്ച മസാലക്കൂട്ടും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ നോക്കി നമുക്ക് എത്ര ഗ്രേവി വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇത് കുക്കറിലേക്ക് ഒഴിച്ച് 2 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ പെട്ടെന്ന് കറി വെന്ത് കിട്ടും. കറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കട്ടത്തൈരും കുറച്ച് മല്ലിയില, 3/4 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മളെ കറി റെഡിയായി. ഈ പാകത്തിൽ ഗ്രേവി മതിയെങ്കിൽ ഈ സമയത്ത് ഓഫ് ചെയ്യാം. നമുക്ക് വറ്റിച്ചിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളെ ചേന പൂവ് മസാലക്കറി. താങ്ക് യു.